ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് എണീക്കാൻ തന്നെ മടിയായിരുന്നു. കോളേജിൽ പോകാനേ എനിക്ക് മനസ്സനുവദിക്കുന്നില്ല. പുറത്തൊക്കെ നല്ല മഴയുണ്ട്. ഞാൻ ഒരു അവധി കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇനിയിപ്പോൾ എന്തായാലും എണീച്ച് ഇനിയിപ്പോൾ പോയാലേ പറ്റൂ. അങ്ങനെ എൻ്റെ ഈ കോലമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫുൾ ബ്ലാക്കിലോട്ട് വരാമെന്ന് വിചാരിച്ച് ഭാഗ്യത്തിന് ഈ ഉടുപ്പ് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഭാഗ്യത്തിന് ഇത് ഉണങ്ങി കിട്ടി. ഇനി നമ്മൾ നേരെ ബസ് കിട്ടാനായിട്ട് ജംഗ്ഷനിലോട്ട് പോവുക. അപ്പോഴത്തേക്കും ഞാൻ കണ്ടതെന്ന് പറയുമ്പം മനുവച്ചൻ കട തുറക്കുന്നതാണ് ഞാൻ കണ്ടത്. പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് അവരുടെ സ്കൂൾ ബസ് വരുന്നുണ്ട്. നമ്മളെ വണ്ടി, അതായത് എൻ്റെ വണ്ടി ഇപ്പം വരും. അതിലൊരുമാതിരി ആന എഴുന്നള്ളുന്ന കണക്കാണ് വരുന്നത്. ജഞ്ചക്ക് 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 ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ പൊന്നോ, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ ഇതിലേ വണ്ടിയുള്ളത്. അത് വേറൊരു കാര്യം. ടിക്കറ്റിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വണ്ടിക്കകത്ത് കയറി എനിക്ക് എവിടെ വേണോ കിടന്നുറങ്ങാം. ഫുൾ സീറ്റും ഇവിടെ നിന്ന് ഫ്രീ ആണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് രണ്ട് അമ്മാവന്മാർ കയറും. അവരങ്ങോട്ട് തുടങ്ങും. കോളേജിലെത്തിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ സെമിനാർ എടുക്കണമല്ല എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും സെമിനാർ എടുത്തിട്ട് ക്ലാസ് ഭാഗ്യത്തിന് ഉച്ചയ്ക്ക് വിട്ടിട്ട് നമ്മൾ ബസ് കയറാനായിട്ട് ആറോ ജംഗ്ഷനിലോട്ട് വന്നപ്പം ഞാൻ പോണ വണ്ടി ശിവപ്രിയ പോയി. ഇനി AS മാത്രമേ ഉള്ളൂ. AS വന്നു. ASനായിട്ടൊരു 15 മിനിറ്റ് അവിടെ കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ വണ്ടിക്കകത്ത് കയറി ഞാൻ തന്നെ എൻ്റെ കോലം കണ്ട് ഞെട്ടിപ്പോയി. ആകപ്പാടെ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ വണ്ടിക്കകത്തും കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഉറങ്ങിയെങ്കിലും പക്ഷേ ഇവരാരും ഉറങ്ങാൻ സമ്മതിച്ചില്ല. അങ്ങനെ തലപ്പായിരുന്നു. അങ്ങനെ നമ്മൾ സ്വാമിയിൽ വന്നു. വീട്ടിലോട്ട് നടന്നു പോകുന്ന വഴിയാണ്. അപ്പം ഈ വഴിയിലൊന്നും ആരെയും കാണുന്നില്ല. അപ്പം ലിഫ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയേ വേണ്ട. ലിഫ്റ്റില്ലെങ്കിൽ നമ്മൾ നടന്നു പോകും.